Hi dear students, നമ്മളെ question number 3 എന്താന്ന് നോക്കാം. ഈ question വന്നിരിക്കുന്നത് കോണിക് സെക്ഷനിൽ നിന്നാണ്. നോക്കൂ question. നോക്കൂ, the foci of a hyperbola are same as that of this ellipse. അപ്പോൾ ഈ എലിപ്സിന്റെ ഫോസൈ എന്താണോ അത് തന്നെയാണ് നമ്മളുടെ ഹൈപ്പർബോളയുടെ ഫോസൈയും. ഓക്കെ, എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറയുന്നത് 15/8 ടൈംസ് ദി എസെൻട്രിസിറ്റി ഓഫ് ദി ഗിവൺ എലിപ്സ് ആണ്. അതായത് ഇതിന്റെ എസെൻട്രിസിറ്റിയുടെ 15/8 ടൈംസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഹൈപ്പർബോളയുടെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, then the smaller focal distance of the point on the hyperbola is equal to. അതെന്താന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ x²/9 ആണല്ലോ. അപ്പോൾ ഇവിടെ നോക്കൂ, a² = 9 ആണ്, b² = എന്താണ് 25 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എലിപ്സിന്റെ എസെൻട്രിസിറ്റി ഒന്ന് കണ്ടുപിടിക്കാം. എലിപ്സിന്റെ എസെൻട്രിസിറ്റി കാണാനുള്ള ഫോർമുല എന്താണ്? എലിപ്സിന്റെ എസെൻട്രിസിറ്റി എന്ന് പറയുമ്പോൾ e² = 1 - a²/b² ആണല്ലോ. അപ്പൊ e² = 1 - a² എന്ന് പറഞ്ഞാൽ 9, b² എന്ന് പറഞ്ഞാൽ 25. അപ്പൊ നമുക്ക് e² എങ്ങനെ എഴുതാൻ പറ്റും? 25 - 9, that is 16/25. സോ e = 4/5 എന്ന് കിട്ടി. ഇതാണ് എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് ആണ്. ഓക്കെ, എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് ആണ്. ഇനി എലിപ്സിന്റെ ഫോസൈ എന്ന് പറയുന്നത് എന്താണ്? എലിപ്സിന്റെ ഫോസൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇതൊരു ഹൊറിസോണ്ടൽ അല്ല, സോറി വെർട്ടിക്കൽ എലിപ്സ് ആണ് ഇത്. വെർട്ടിക്കൽ എലിപ്സിന്റെ ഫോക്കസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് 0, എന്താ വരുന്നത് -BE ആണ്. ഇവിടെ 0, +BE ആണ് വരിക. അപ്പൊ ഫോസൈ എന്ന് പറയുന്നത് ആക്ച്വലി +or - 0, +or - BE ആണ്. അപ്പൊ ഞാനിവിടെ BE എന്ന് പറയുമ്പോഴത്തേക്കും BE = നമുക്കറിയാം അതാണ് ഫോസൈ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആക്ച്വലി എന്താണ് BE എന്ന് പറഞ്ഞാല്, BE എന്ന് പറയുമ്പോൾ B എത്രയാണ്? ആക്ച്വലി B എന്ന് പറയുന്നത് 5 ആണ് അല്ലെ. 5 × E എന്ന് പറഞ്ഞാൽ 4/5 ആണ്, that is equal to 4. അപ്പൊ BE എന്ന് പറയുന്നത് എന്താണ്? 4 ആണെന്ന് കിട്ടി. B = 4 ആണ്. Now what is the eccentricity of that എന്താണ്? ഹൈപ്പർബോള. അപ്പൊ എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, സോറി, എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള നമ്മൾ ക്വസ്റ്റിൽ എങ്ങനെ തന്നിട്ടുണ്ട്? ക്വസ്റ്റിൽ നമ്മൾ തന്നിട്ടുണ്ട് 15 ടൈംസ് ദി എസെൻട്രിസിറ്റി ഓഫ് ദി എലിപ്സ് ആണ്. സോറി, 15/8 ടൈംസ് ആണ്. സോ 15/8 ടൈംസ് ദി എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോളയാണ്, സോറി എലിപ്സ് ആണ്. എലിപ്സ് എന്ന് പറയുന്നത് ഇവിടെ നമുക്കറിയാം എലിപ്സിന്റെ എസെൻട്രിസിറ്റി എന്ന് പറയുന്നത് 4/5 ആണ് അല്ലെ. 4/5 ആണ്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് 3 വരും, ഇവിടെ കട്ട് ചെയ്യുന്ന സമയത്ത് 2. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 3/2. സോ എസെൻട്രിസിറ്റി ഓഫ് ദി ഹൈപ്പർബോള ഈസ് 3/2. ഇത്ര ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൽ നിന്ന് BE നോക്കൂ, BE = 4 ആണ്. അപ്പൊ B × E എന്ന് പറഞ്ഞാൽ 3/2, that is equal to 4 ആണ്. സോ B = 8/3 എന്ന് കിട്ടി. സോ വാട്ട് ഈസ് B? 8/3 is B. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇനി a² കണ്ടുപിടിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് ദ ഫോർമുല? B² = എന്താണ്? B² കാണാനുള്ള ഫോർമുല എന്ന് പറയുന്നത്, സോറി E² എന്ന് പറയുന്ന ഫോർമുല എന്താണ്? E² = 1 + a²/b² ആണ്. സോ E² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹൈപ്പർബോളയുടെ E എന്ന് പറയുന്നത് 3/2 ആണ്, അതിന്റെ സ്ക്വയർ 9/4 ആണ്, that is equal to 1 + a²/b² ആണ്. B² എന്ന് പറഞ്ഞാൽ 8/3 സ്ക്വയർ ആണ്, അതായത് 64/9 ആണ്. ഈ 1 അത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 9/4 - 1 is 5/4. 5/4 × 64/9 is equal to എന്താണ്? a² ആണ്. ശരിയല്ലേ? that is equal to a². ഓക്കെ, that's equal to a² ആണ്. സോ ഇവിടെ നമുക്ക് 16 എന്ന് കിട്ടും, 9 അല്ലേ. യെസ്, അപ്പോൾ a കിട്ടി നമുക്ക് 4√5/3 എന്ന് കിട്ടും. ദിസ് ഈസ് യുവർ a. ഓക്കെ, ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് a² b² ഒക്കെ ഹൈപ്പർബോളന്റെ ഫോർമുല നമുക്ക് പറയാൻ പറ്റും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡിസ്റ്റൻസ് ആണ്. എന്താണ്? സ്മോളർ ഫോക്കൽ ഡിസ്റ്റൻസ് ആണ്. ഞാൻ ഇതിന് ജസ്റ്റ് ഒരു ഇത് കാണിക്കാം. ഹൈപ്പർബോള നമ്മൾ ഇങ്ങനെയല്ല വരയ്ക്കുന്നത്. അപ്പൊ ഇതെന്താണ്? ഇതാണ് ആക്ച്വലി എന്ത്? ഡയറക്ട്രിസസ്. ഡയറക്ട്രിസസിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം, എക്സ് ഇവിടെ y ആണ് വരിക. സോ y = b/e ആണ് വരുന്നത് അല്ലെ. y = b/e. ഇവിടെ ഞാൻ ഒരു പോയിന്റ് എടുക്കുകയാണ്. ദാറ്റ് പോയിന്റ് ഈസ് ഗിവൺ ഇൻ മൈ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് √2, 14/3 അല്ലെ. 14/3 പിന്നെന്താണ്? √2/5. ഇതാണ് ആ പോയിന്റ്. ഓക്കെ, ഈ പോയിന്റ് ഇവിടെ നമുക്കറിയാം ഫോക്കസ് ഉണ്ടാവും. അപ്പൊ ഈ ഡിസ്റ്റൻസ് ഇതിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഈ ഡിസ്റ്റൻസുകൾ തമ്മിലുള്ള കണക്ഷൻ എന്താണ്? SP = സപ്പോസ് ദിസ് പോയിന്റ് ഇസ് P, സോ SP ദിസ് പോയിന്റ് ഇസ് M, സോ SP = E × PM എന്ന് നമുക്കറിയാം. PM എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഡിസ്റ്റൻസ്. PM എന്ന് പറഞ്ഞ ഈ ഡിസ്റ്റൻസ് അല്ലേ. ഈ ടോട്ടൽ ഡിസ്റ്റൻസ് y ആണ്.
ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ B/A ആണ്, B/E ആണ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? വാട്ട് ഈസ് ദാറ്റ് ഡിസ്റ്റൻസ്? ഇതിനേക്കാളും ആ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതേണ്ടത് അതായത് SP എന്ന് പറഞ്ഞാൽ PM ആണ്. PM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി എന്താണ്? വൈയിൽ നിന്ന് എന്ത് കുറയ്ക്കലാണ്? B/E കുറയ്ക്കലാണ്. ഓക്കെ, സോ ദിസ് ഇസ് EY മൈനസ് B എന്നാണ് കിട്ടുക. എന്ത് കിട്ടുക? EY മൈനസ് B എന്നാണ് കിട്ടുക. റൈറ്റ്. അപ്പോൾ നമുക്ക് EY എന്ന് പറയുമ്പോൾ എത്രയാണ്? എന്ന് പറയുന്നത് എത്രയാണ്? എത്രയാണ്? 2/3 അല്ലേ? സോറി, 3/2 ആണ്. സോ 3/2 ഇൻറ്റു വൈ. വൈ എന്ന് പറയുന്ന പോയിന്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. ഇത് X, ഇത് Y ആണ്. Y നമുക്ക് തന്നിട്ടുണ്ട് 14/3 ഇൻറ്റു റൂട്ട് ഓഫ് എത്രയാണ് മക്കളെ? 2/5 എന്ന് തന്നിട്ടുണ്ട്. മൈനസ് B ആണ്. B എത്രയാണെന്ന് പറ. B നമുക്കിപ്പോൾ കണ്ടുപിടിച്ചില്ലേ? B എത്രയായിരുന്നു? B is equal to 8/3 ആണ് അല്ലേ? 8/3 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെ ഇത് കട്ട് ചെയ്ത സമയത്ത് 7 കിട്ടി, ഇത് കട്ട് ചെയ്തു. സോ 7√2/5 മൈനസ് 8/3 ആണ്. ഇങ്ങനെ ഓപ്ഷൻ നോക്കിയാൽ 7√2/5 മൈനസ് 8/3 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അടിപൊളിയായിട്ട് ഓപ്ഷൻ 1 കിട്ടി. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം അത്ര ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നുമല്ല, അത്യാവശ്യം ശ്രദ്ധിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം. ഓക്കെ, താങ്ക് യു.